എബ്രായ ലേഖന പഠനത്തിന്റെ 16-ാമത്തെ ഭാഗം നാം ഇന്ന് ചിന്തയ്ക്കായി ദൈവത്തിൽ വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിനു മുമ്പായി തിരുവെഴുത്തിൽ നിന്ന് നാം വാക്യങ്ങൾ വായിക്കുകയും ഒരു പാട്ടിന്റെ ചില വരികൾ കേൾക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ോടെ നീ കഴിക്കുകയോ ഇന്നാളെല്ലാം അരത്തോടെ നീ കഴിക്കുകയോ പാദം തേടിടുകേ അതിൽ നിന്നെ ചേർത്തിടുകേ പാദം തേടിടുകേ നിന്നെ ചേർത്തിടുകേ ഈ നല്ല സമയം പിന്നെ ഈ നല്ല സമയം പിന്നെ എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 10 മുതൽ 13 വരെയുള്ള വാക്യമാണ് നമ്മൾ ഇന്നത്തെ ചിന്തയ്ക്കായി വെക്കുന്നത്. സകലത്തിന് ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്ന യുക്തമായിരുന്നു. വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്. അത് ഹേതുവായി അവൻ അവരെ സഹോദരന്മാരെന്ന് വിളിപ്പാൻ ലജ്ജിക്കാതെ ഞാൻ നിന്റെ നാമത്തെ എൻ്റെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും എന്നും ഞാൻ അവരിൽ ആശ്രയിക്കും എന്നും ഇതാ ഞാനും ദൈവവും എനിക്ക് തന്ന മക്കളും എന്നും പറയുന്നു. പ്രാർത്ഥിക്കാം. നല്ലവനും വിശ്വസ്തനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ ദൈവവചന പഠനം ഞങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണം. ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളോട് സംസാരിക്കണം. കേൾവിക്കാര് പ്രതിസന്ധിയുടെ മധ്യത്തിലെങ്കിൽ ദൈവം അവരെ വിടുവിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. എബ്രായ ലേഖനത്തിന്റെ തുടർമാനമായ പാഠങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിപ്പാനിടയായി തീർന്നത്. ഇന്ന് അതിന്റെ തുടർമാനമായ ഭാഗങ്ങളിലേക്ക് നാം എത്തപ്പെടുമ്പോൾ 2-ാം അധ്യായത്തിലെ പ്രതിപാദ്യ വിഷയം എന്ന് പറയപ്പെടുന്നത് യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷ മാനവരാശിക്ക് ദൈവം നൽകിയതാണ്. യേശു ക്രിസ്തുവിലൂടെ മനുഷ്യരാശിക്ക് ദൈവം നൽകിയ രക്ഷയുടെ ആ പ്രോസസ്, ആ പ്രക്രിയ വളരെ വിശാലമേറിയതാണ്. ആ പ്രക്രിയയിൽ പല കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ ആ പ്രക്രിയയിൽ ദൈവം നടത്തിയ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ആയിരുന്നു എന്നാണ് കാണുവാൻ കഴിയുന്നത്. എന്നാൽ 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ പ്രധാന പ്രതിപാദ്യ വിഷയം എന്ന് പറയപ്പെടുന്നത് ദ ക്യാപ്റ്റൻ ഓഫ് ദ സാൽവേഷൻ, രക്ഷാനായകനെ കുറിച്ചുള്ളതും രക്ഷാനായകൻ മനുഷ്യരാശിക്ക് രക്ഷ നൽകുവാൻ തക്ക വിധത്തിൽ എങ്ങനെയാണ് തന്റെ ജീവിതം ആയിത്തീർന്നത് എന്ന വിഷയത്തെയുമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം 10-ാം വാക്യത്തിൽ ഉപയോഗിക്കുന്നത് രക്ഷാനായകനെ, അവരുടെ രക്ഷാനായകനെ കഷ്ടങ്ങളാൽ തികഞ്ഞവനാക്കി. ഇവിടെ രക്ഷാനായകൻ ക്യാപ്റ്റൻ ഓഫ് ദ സൽവേഷൻ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 12-ാം അധ്യായത്തിലും ഇതേ വാക്ക് തന്നെ കാണാൻ കഴിയുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് രക്ഷാനായകൻ എന്ന രീതിയിൽ അവിടെയും കാണുവാൻ കഴിയുന്നുണ്ട്. ചീഫ് ലീഡർ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആർക്കിഗോസ് എന്നുള്ള ഒരു യവന വാക്കാണ് അവിടെ രക്ഷാനായകൻ, ദ ക്യാപ്റ്റൻ
ഇറ്റ്സ് എ ഗ്രീക്ക് വേർഡ് ഇസ് ആർക്കിയോൺ. ആർക്കയോൺ എന്ന വാക്കിന് രണ്ടർത്ഥങ്ങളാ ഉള്ളത്. ഒന്നാമത്തെ അർത്ഥം പ്രിൻസ്, രാജകുമാരനെന്നും, രണ്ടാമത്തെ ചീഫ് ലീഡർ, മുഖ്യ നായകൻ എന്നും ആണ് ആ വാക്യത്തിൽ അവിടെ കാണുവാൻ കഴിയുന്നത്. 12-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം എബ്രായ ലേഖനത്തിൽ വായിക്കുന്ന ഇങ്ങനെയാണ്: വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുവനുമായ യേശുവിനെ നോക്കുക. ദ ക്യാപ്റ്റൻ ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിന്റെ നായകൻ. എന്തുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വാസത്തിന്റെ നായകൻ എന്ന് പ്രയോഗിക്കുവാനുള്ള പ്രധാന കാരണം? അതിന് വിശുദ്ധ വേദപുസ്തകത്തിൽ അനവധി കാരണങ്ങൾ ഹാജരാക്കുന്നുണ്ട്. പ്രധാനമായി ഹാജരാക്കിയത് യേശുക്രിസ്തുവിന്റെ ജഡധാരണത്തിലൂടെ വെളിപ്പെട്ട ദൈവിക രക്ഷയുടെ പദ്ധതി എന്നുള്ളതാണ്. വേദപുസ്തകം മുഴുവൻ പ്രതിപാദിക്കുന്ന പ്രധാനമായ വിഷയം എന്ന് പറയുന്നത് രക്ഷയുടെ കാര്യകാരണങ്ങളാണ്. പഴയ നിയമത്തിൽ ഒരു കർമ്മ പദ്ധതിയിലൂടെയും ന്യായപ്രമാണത്തിലൂടെയും ദൈവം വെളിപ്പെട്ടുവെങ്കിൽ പുതിയ നിയമത്തിൽ മാനവരാശിക്ക് രക്ഷ ഒരുക്കിയത് കർത്താവായ യേശു ക്രിസ്തുവിലൂടെയാണ്. ആ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ മനുഷ്യരാശിക്ക് ദൈവം ഒരുക്കിയ രക്ഷ എന്ന് പറയുന്നത് കർത്താവിനെ, ആ നായകനെ എത്തിച്ചത് കഷ്ടങ്ങളാൽ തികഞ്ഞവനായി, ത്രൂ അഫ്ലിക്ഷൻ എന്നുള്ള വാക്കാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെയാണ് ഈ ഭാഗങ്ങളെല്ലാം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. യേശു കർത്താവിന്റെ ക്രൂശീകരണത്തെ ലക്ഷ്യമാക്കിയാണ് ഈ ഭാഗങ്ങളെല്ലാം തന്നെ നമ്മുടെ മുമ്പിൽ കാണിച്ചിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം എന്ന് പറയപ്പെടുന്നത് പുതിയ നിയമത്തിൽ എല്ലാ സുവിശേഷകന്മാരും ഒരുപോലെ പ്രതിപാദിക്കപ്പെടുന്ന വിഷയമാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനവും അതുപോലെ യേശു കർത്താവ് പറഞ്ഞ എല്ലാ ഉപമകളും, കർത്താവായ യേശു ക്രിസ്തു ചെയ്ത എല്ലാ അത്ഭുതങ്ങളും വേദപുസ്തകത്തിൽ സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണത്തിന് എല്ലാ സുവിശേഷകന്മാരും ഒരു ഭാഗം തന്നെ മാറ്റിവെക്കുവാനിടയായി. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം മുതൽ 21-ാം അധ്യായം വരെയുള്ള ഏകദേശം 11 അധ്യായങ്ങളിലായി കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണത്തെ മാത്രം പ്രതിപാദിക്കപ്പെടുകയാണ്. എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അവന്റെ വ്യക്തിത്വത്തെ സംബന്ധിച്ച്, അവന്റെ ജീവിതത്തെ സംബന്ധിച്ച്, അവന്റെ ശുശ്രൂഷയെ സംബന്ധിച്ച്, അവൻ ഭൂമിയിലായിരുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ആകമാന കാര്യങ്ങളെ മൊത്തം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തെയാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തെ ദൈവശാസ്ത്രപരമായി 3 തരത്തിലാണ് കർത്താവിന്റെ ക്രൂശ് മരണത്തെ വ്യക്തമാക്കുന്നത്. ഒന്ന്, ദ ക്രോസ് ഈസ് ആൻ ആന്റിസിപ്പേറ്ററി ഡെത്ത് എന്ന് പറഞ്ഞാൽ ക്രൂശ് എന്ന് പറയപ്പെടുന്ന പ്രവചന അടിസ്ഥാനത്തിൽ നടക്കപ്പെട്ടതാണ്. രണ്ടാമത്തത്, ക്രോസ് ഈസ് എ റിയൽ ഫാക്ട്. കുരിശ് എന്ന് പറയപ്പെടുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. കുരിശിലൂടെ അല്ലാതെ മാനവരാശിക്ക് രക്ഷ നൽകുവാൻ മറ്റൊരു മാർഗം ദൈവം കരുതിയിട്ടില്ല. 3, there is an eschatological reality in the event of cross. കുരിശ് എന്ന് പറയപ്പെടുന്ന യാഥാർത്ഥ്യത്തിൽ അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിൽ ഒരു ഭാവികാല യാഥാർത്ഥ്യവും ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഈ 3 കാര്യങ്ങളാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണത്തിലൂടെ ലോകത്തിന് മുമ്പിൽ ദൈവം കാഴ്ചവെച്ചത്. എന്തൊക്കെയാണെന്ന് നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. 1 കൊരിന്ത്യ ലേഖനം അതിന്റെ 2-ാം അധ്യായത്തിൽ ക്രൂശിനെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പ്രതിപാദിക്കപ്പെടുമ്പോൾ ഇങ്ങനെയാണ് ആ ഭാഗത്തെ കാണുവാൻ കഴിയുന്നത്. 1 കൊരിന്ത്യ ലേഖനം അതിന്റെ 2-ാം അധ്യായത്തിന്റെ 1 മുതലാണ് ആ ഭാഗം നമ്മളെ അനുസ്മരിപ്പിക്കുന്നത്. അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ് അതിന്റെ 8-ാം വാക്യത്തിൽ, 7ഉം 8ഉം വാക്യം: ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻനിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കപ്പെടുന്നു. നമ്പർ 1, ക്രോസ് ഈസ് എ മിസ്റ്ററി ഇൻ ദ ഓൾഡ് ടെസ്റ്റമെന്റ് ടൈം. പഴയ നിയമത്തിൽ കുരിശ് ഒരു മർമ്മവും രഹസ്യവുമായിരുന്നു.
രഹസ്യം എന്ന സീക്രട്ട് എന്നുള്ള അർത്ഥത്തിലല്ല, ദൈവകൃപയിലൂടെ മാത്രം, ദൈവത്തിലൂടെ മാത്രം പ്രാപിക്കുന്ന അല്ലെങ്കിൽ ലഭിക്കുന്ന പ്രത്യേക അറിവിനാണ് മിസ്റ്ററി അല്ലെങ്കിൽ മർമ്മം എന്ന വാക്കുകൊണ്ട് പുതിയ നിയമത്തിൽ അർത്ഥമാക്കുന്നത്. 11 പരം മർമ്മങ്ങൾ പുതിയ നിയമത്തിലുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 മർമ്മങ്ങളാണ് ക്രൂശിലൂടെ വെളിപ്പെട്ട ദൈവജ്ഞാനത്തിന്റെ മർമ്മം. 2 കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ പറയപ്പെടുന്ന ക്രിസ്തു എന്ന ദൈവ മർമ്മം. ഈ 2 മർമ്മങ്ങളാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ പ്രതിപാദിക്കപ്പെടുന്ന മർമ്മങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടത്. പിന്നെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരാഗമനത്തിൽ സഭയ്ക്കുണ്ടാകുന്ന രൂപാന്തരം, റാപ്ചർ ഓഫ് ദ ചർച്ച്, വൺ ബോഡി ഓഫ് ചർച്ച് ആൻഡ് ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവും സഭയും ഉള്ള ഏക ശരീരം എന്ന മർമ്മം. ഇങ്ങനെ പല വിധത്തിൽ 11 പരം മർമ്മങ്ങൾ വേദപുസ്തകത്തിൽ പ്രതിപാദിക്കപ്പെടുമ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മർമ്മമാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിലൂടെ ദൈവം വെളിപ്പെടുത്തിയ ജ്ഞാനത്തിലൂടെ മർമ്മം. അതുകൊണ്ടാണ് ഇവിടെ വായിക്കുന്നത്, ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻനിയമിച്ചതും വിശ്വസിക്കുന്ന ഓരോ വ്യക്തിക്കും ഗ്ലോറി പ്രാപിക്കപ്പെടുവാൻ, തേജസ് പ്രാപിക്കപ്പെടുവാൻ വേണ്ടി ദൈവം മുന്നമേ അപ്പോയിന്റ് ചെയ്തിരുന്ന ഒരു യാഥാർത്ഥ്യമാണിത്. അതുകൊണ്ടാണല്ലോ പ്രവാചക പുസ്തകങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് 3 പ്രധാന പേരുകളാണ് കർത്താവിന്റെ മരണത്തെ ലക്ഷ്യമാക്കി അല്ലെങ്കിൽ അവന്റെ ജഡധാരണത്തെ ലക്ഷ്യമാക്കി പറയുന്നത്. 1, അവൻ അറുക്കപ്പെട്ട ദൈവ കുഞ്ഞാടാണ്, അല്ലെങ്കിൽ പാസ്കൽ ലാംബ് ഓർ സ്ലെയിൻ ലാംബ്. അവൻ അറുക്കപ്പെട്ട ദൈവ കുഞ്ഞാടെന്ന് വാക്യം കാണുവാൻ കഴിയും. 2-ാമതായിട്ട് സെർവന്റ്, അവൻ ദാസനാണ്, ദൈവത്തിന്റെ കഷ്ടപ്പെടുന്ന ദാസൻ എന്ന് യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ വായിപ്പാൻ കഴിയുന്നു. 3-ാമതായിട്ട് അവനെ കുറിച്ച് വേദപുസ്തകത്തിൽ യെശയ്യാപ്രവാചകൻ തന്നെ പറയുന്ന മറ്റൊരു കാര്യമാണ്, അവൻ ഇമ്മാനുവേലാണ്, ദൈവത്തെ വെളിപ്പെടുത്തിയ ദൈവത്തിന്റെ പുത്രൻ അല്ലെങ്കിൽ സൺ ഓഫ് ഗാഡ് എന്ന രീതിയിലാണ്. ദാ നമുക്കൊരു പുത്രൻ ജനിച്ചിരിക്കുന്നു എന്ന രീതിയിൽ അത് വെളിപ്പെടുത്തി തരുന്നത്. അങ്ങനെ അത് മാത്രമല്ല, വെളിപ്പാട് പുസ്തകം 12, 13 അധ്യായങ്ങളിലും നാം എത്തപ്പെടുമ്പോൾ അവിടെയും കാണുവാൻ കഴിയുന്ന ലോകസ്ഥാപനത്തിനു മുമ്പേ അറുക്കപ്പെട്ട ദൈവകുഞ്ഞാടെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ മാനവരാശിക്ക് ക്രൂശിലൂടെ അല്ലാതെ ഒരു രക്ഷയില്ല. ആ രക്ഷ ഒരു മർമ്മമായി ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ദൈവം വച്ചിരുന്നു. അതുകൊണ്ടാണ് 1 കൊരിന്ത്യ ലേഖനം 2-ാം അധ്യായത്തിൽ പൗലോസ് പിന്നെയും ആ വിഷയത്തെ പ്രതിപാദിച്ചു പറയുമ്പോൾ പ്രതിപാദിക്കുന്ന ഇങ്ങനെയാണ്, യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുന്നു, യഹൂദന്മാർ അടയാളം അന്വേഷിക്കുന്നു, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട യേശുവിനെ പ്രസംഗിക്കുന്നു എന്ന് 1-ാം അധ്യായത്തിൽ പ്രതിപാദിക്കപ്പെടുന്നതാണ്. ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. അപ്പോൾ ദൈവം ക്രിസ്തുവിലൂടെ മനുഷ്യരാശിക്ക് 2 കാര്യങ്ങളാണ്. ലോകം ജ്ഞാനം അന്വേഷിക്കുമ്പോൾ ആ ജ്ഞാനം യേശു ക്രിസ്തുവിന്റെ ക്രൂശിലൂടെ വെളിപ്പെട്ടു. യഹൂദന്മാർ അടയാളം അന്വേഷിക്കുമ്പോൾ ആ അടയാളം യേശുവിനെ ക്രൂശിലൂടെ. അതാണ് നാം യോഹന്നാന്റെ സുവിശേഷത്തിൽ 3-ാം അധ്യായത്തിൽ വായിപ്പാൻ കഴിയുന്നത്. മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ യേശു ക്രിസ്തുവിനെയും ക്രൂശിനെ ഉയർത്തേണ്ടത് ആവശ്യമാണ്. ഈ വർത്തമാന കാലഘട്ടത്തിൽ മനുഷ്യരാശി രക്ഷ പ്രാപിക്കപ്പെടുവാൻ ഏക മാർഗം ദൈവം ഒരുക്കിയത് അത് ക്രിസ്തുവിന്റെ ക്രൂശിലൂടെ ആണ് എന്ന് കാണുവാൻ കഴിയുന്നു. അപ്പോൾ ഒന്നാമതായി നാം കാണുവാൻ കഴിയുന്ന രക്ഷാനായകനെ 10-ാം വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്, രക്ഷാനായകനെ സകലത്തിൻ ലാക്കും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടങ്ങളിൽ തികഞ്ഞവനാക്കുന്ന യുക്തമാകുന്നു. അവിടെ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്ന ഇംഗ്ലീഷ് വാക്ക് ഇങ്ങനെയാണ് പ്രധാനമായി. ചാപ്റ്റർ 2 verse 10. I would like to read in English. For it became for to whom all things, by whom all things, bringing many sons into glory, make the captive salvation perfect
പെർഫെക്റ്റ് ത്രൂ സഫറിങ്. കഷ്ടങ്ങളാൽ തികഞ്ഞവനാക്കുന്നതിലൂടെ, അല്ലെങ്കിൽ അവരുടെ ക്യാപ്റ്റനെ, രക്ഷാനായകനെ കഷ്ടം അനുഭവിപ്പിക്കുന്നതിലൂടെ, അതൊരു പെർഫെക്റ്റ് പ്ലാൻ ആയിട്ടാണ് അവിടെ ആ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണം എന്ന് പറയപ്പെടുന്നത് ഒരു പൊടുന്നനെ ഉണ്ടായതോ ഒരു രാഷ്ട്രീയമായതോ മതപരമായതോ കാര്യം അല്ലായിട്ടാണ് കാണപ്പെടുന്നത്. അവിടെ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്ന രക്ഷാനായകനെ കഷ്ടങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. ഇറ്റ് ഈസ് എ പെർഫെക്റ്റ് പ്രോഗ്രാം. യേശുവിന്റെ കഷ്ടതയിലൂടെയുള്ള മരണം, യേശുവിന്റെ മരണം മനുഷ്യരാശിക്ക് കാഴ്ചവെച്ചത് അതിഭയങ്കരമായ കഷ്ടതയിലൂടെയാണ്. ഏകദേശം 23.5 മണിക്കൂർ ഗത്സമന തോട്ടം മുതൽ കാൽവരി വരെയുള്ള 23.5 മണിക്കൂർ നേരം കർത്താവായ യേശു ക്രിസ്തു കടന്നുപോയ മനുഷ്യരാശിക്ക് രക്ഷയെ സംഭാവന ചെയ്യുവാൻ, തന്നെ വിശ്വസിക്കുന്നവർക്ക് രക്ഷ പ്രാപിക്കപ്പെടുവാൻ വേണ്ടി ദൈവം ഒരുക്കിയ രക്ഷയുടെ കാര്യം, അതിനുവേണ്ടി കർത്താവ് 23.5 മണിക്കൂർ നേരം കടന്നുപോയ കഷ്ടതയുടെ കയ്പുനീർ, അതിന് അനേക ടിപ്പോളജിക്കൽ അലങ്കാരിക വാക്കുകളാണ് വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്ന്, കയ്പുനീരവൻ കുടിച്ചു, ദൈവത്തിന്റെ ക്രോധ കലശവൻ കുടിച്ചു. ഇങ്ങനെയൊക്കെയുള്ള അനേക വാക്കുകൾ വായിക്കുന്ന ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഗത്സമനാം തോട്ടത്തിൽ കർത്താവ് പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നീക്കണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറയുവത്തക്ക വിധത്തിൽ അവിടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കഷ്ടത എന്ന് പറയപ്പെടുന്നത് ഒരു പാനപാത്രം കുടിക്കുന്നതിനോട് തുല്യമായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് വേദപുസ്തകം പറയുന്ന എബ്രായ ലേഖനകർത്താവ് 2:10 പറയുന്നത് അത് യുക്തമായിരുന്നു. അവന്റെ കഷ്ടതയിലൂടെ എന്തൊക്കെയാണ് വെളിപ്പെട്ടത്? അവന്റെ ശരീരം അടിച്ച് മുറിക്കപ്പെട്ടപ്പോൾ, അവൻ അടിച്ച് തകർക്കപ്പെട്ടപ്പോൾ, അവന്റെ ശരീരം തകർക്കപ്പെട്ടപ്പോൾ മനുഷ്യരാശിക്ക് ദൈവം നൽകിയത് പ്രധാനമായി 3 പ്രധാന കാര്യങ്ങളാണ്. ഒന്ന്, അവൻ ദൈവ സ്നേഹം വെളിപ്പെടുത്തി. യോഹന്നാന്റെ സുവിശേഷം അതാണ് 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ നമുക്കറിയാവുന്ന ഗോൾഡൻ വേർഡ്സ് ഇൻ ദ ബൈബിൾ, വേദപുസ്തകത്തിലെ സ്വർണവാക്യം എന്നറിയപ്പെടുന്ന, തന്റെ ഏകജാതനായി പുത്രൻ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവത്തിന്റെ സ്നേഹം മനുഷ്യരാശി തിരിച്ചറിയുവാൻ തക്ക വിധത്തിൽ തങ്ങളുടെ രക്ഷാനായകനായിരിക്കുന്ന ക്രിസ്തുവിനെ കഷ്ടങ്ങളാൽ തികഞ്ഞവനാക്കി ദൈവം മാറ്റി. 1 യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം, നമ്മോടുള്ള ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി, നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ച് തന്റെ പുത്രനെ നമ്മളുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ കഷ്ടങ്ങളിൽ അയക്കപ്പെട്ടതുകൊണ്ട്, അല്ലെങ്കിൽ ക്രൂശീകരണം ഇത്ര കഷ്ടതയിലൂടെ ആക്കിയത് കൊണ്ട് മനുഷ്യരാശിക്ക് ദൈവസ്നേഹത്തിന്റെ റിയാലിറ്റി മനസ്സിലാക്കി, യാഥാർത്ഥ്യം മനസ്സിലാക്കി. രണ്ടാമതായിട്ട്, സാത്താന്റെ പ്രവർത്തികളെ അഴിക്കുവാൻ ദൈവത്തിന്റെ പുത്രൻ ലോകത്തിൽ വന്നു എന്നുള്ളത് നാം കാണുവാൻ കഴിയും. 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു. പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ ദൈവപുത്രൻ ലോകത്തിൽ വന്നു. സാത്താൻ കെട്ടിയതും, സാത്താൻ ഒരിക്കലും അവന്റെ കസ്റ്റഡിയിൽ ജനത്തെ വിടുവിക്കത്തില്ല എന്ന് പറഞ്ഞ് അവകാശം പറഞ്ഞു വെച്ചിരുന്ന പലതിനെയും യേശുവിന്റെ ക്രൂശിലൂടെ അവൻ അഴിച്ചുവിടുവാനിടയായി തീർന്നു. അതാണ് കൊലോസ്യ, ഫിലിപ്പ്യ ലേഖനങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് പ്രതിപാദിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം. അതിന്റെ കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പറയുന്ന ഇങ്ങനെയാണ്: നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായിച്ചു. 2-ാം അധ്യായത്തിന്റെ 10 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നു. എല്ലാ വാഴ്ചയ്ക്കും അധികാരങ്ങൾക്കും
തലയായി അവനിൽ പരിപൂർണരായി തീർന്നിരിക്കുന്നു. അതിന്റെ 13 മുതലുള്ള വാക്യത്തിൽ 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ കൊലോസ്യ ലേഖനത്തിൽ വായിക്കുന്ന ഇങ്ങനെയാണ്: അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രഹത്തിലും മരിച്ചവരായി നിങ്ങളെയും അവനോടുകൂടെ ജീവിപ്പിച്ചു. അതിനുശേഷം അവന് അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. ക്രൂശിൽ അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. ക്രൂശിൽ അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പബ്ലിക് സ്പെക്ടേറ്ററാക്കി മാറ്റി. എന്ന് പറഞ്ഞാൽ ക്രൂശിൽ വിശ്വസിക്കുന്ന ഒരാൾ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിലൂടെ രക്ഷ പ്രാപിച്ച ഒരു വ്യക്തിക്ക് സാത്താന്റെ സകല പദ്ധതികളെയും അറിയുവാൻ കഴിയും. അതാണ് 2 കൊരിന്ത്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് അതിന്റെ 3-ാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്ന സാത്താന്റെ പ്രവർത്തികളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. സാത്താന്റെ പ്രവർത്തികളെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. സാത്താൻ എന്തൊക്കെ ഇന്ന് വർത്തമാന കാലഘട്ടത്തിൽ ചെയ്യുന്നു. 2 കൊരിന്ത്യ ലേഖനം അതിന്റെ 2-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലൂടെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ഇന്ന് അവരുടെ ജീവിതത്തിനെതിരായി എന്തെല്ലാം പദ്ധതികളും പ്ലാനുകളും സാത്താൻ തയ്യാറാക്കി വെച്ചാലും ആ പ്രവർത്തികളെ മുഴുവൻ അഴിച്ചു മാറ്റുവാൻ ശക്തിയുള്ളതാണ് ക്രൂശിലെ വിശ്വാസത്തിൽ. ക്രൂശിലെ വിശ്വാസത്തിലൂടെ ഒരു ദൈവ പൈതലിന് ലഭിക്കുന്നത് അനന്തമായ അനുഗ്രഹങ്ങൾ എന്ന് പറയപ്പെടുന്നത് ജീവിതത്തിനെതിരായി ജീവിതത്തെ തകിടം മറിക്കുന്ന അനേക ഭാരങ്ങൾ, പ്രതിസന്ധികൾ, അതിനെ മുഴുവൻ യേശുവിന്റെ ക്രൂശിലൂടെ വിശ്വസിക്കപ്പെടുമ്പോൾ ആ സാത്താന്യ ശക്തികളെ മുഴുവൻ തകർത്ത് കളയാണ്. കൊലോസ്യ ലേഖനം അതാണ് പറയുന്നത്. നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത്. പല അർത്ഥങ്ങൾ അതിനുണ്ട് എങ്കിൽ തന്നെയും 1-2 അർത്ഥങ്ങൾ മാത്രം ഞാൻ പറയട്ടെ. രക്ഷാനായകനെ കഷ്ടങ്ങളാൽ തികഞ്ഞവനാക്കുന്ന യുക്തം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് രക്ഷാനായകനായിരിക്കുന്ന ക്രിസ്തുവിന്റെ മരണം ഒരു യാദൃച്ഛിക സംഭവമല്ല, അതൊരു റിയാലിറ്റിയാണ്, ഒരു സത്യമാണ്. ആ സത്യത്തിലൂടെ മനുഷ്യരാശിക്ക്, വിശ്വസിക്കുന്നവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന, എനിക്കും നിനക്കും വിരോധമായി എഴുതി വച്ച അനേക കാര്യങ്ങളുണ്ട്. ഒന്നാമത് എഴുതി വച്ചത് പാപത്തിന്റെ ശമ്പളം മരണമത്രേ. ആ എഴുത്തിനെ കർത്താവിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് മരണത്തെ ജയിച്ചു ജീവൻ പ്രാപിപ്പാനിടയായി. ഈ എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്ന 14 മുതലുള്ള വാക്യത്തിൽ വായിക്കുന്നത് എങ്ങനെയാണ്? തന്റെ മരണത്താൽ, മരണാധികാരിയായിരുന്ന പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിലായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. മരണത്തിന്റെ ഭീകരമായ അവസ്ഥയുമായി ഏതെങ്കിലും ഒരു രോഗശക്തിയോ ഏതെങ്കിലും തരത്തിൽ മനുഷ്യനെ ഭീഷണിപ്പെടുത്തുന്ന മരണത്തിന്റെ ശക്തികളെ കർത്താവായ യേശുവിന്റെ മരണത്തിലൂടെ നീക്കി. ഇന്ന് ഒരു ദൈവ പൈതലിന് മരണത്തെ ഭയപ്പെടേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ മരണത്തിന് പറയുന്ന മറ്റൊരു പേര് അവൻ ഉറങ്ങുകയത്രേ. അതാണ് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ ലാസർ നമ്മുടെ സ്നേഹിതന് ഉറങ്ങുകയാണ്, അവനെ ഉണർത്തേണ്ടതാണ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ ഒരാൾ മരിക്കുകയല്ല, നിദ്ര കൊള്ളുകയാണ്. ക്രിസ്തുവിൽ നിദ്ര കൊള്ളുകയാണ്. ഇന്ന് നാം മരണത്തെ ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം മരണത്തിന്റെ അധികാരിയായിരിക്കുന്ന പിശാചിനെ യേശു തന്റെ മരണത്താൽ, ഒരു ദൈവ പൈതലിന് ജീവിതത്തിൽ സംഭവിക്കേണ്ട സകല കാര്യങ്ങളെയും മുൻകൂട്ട് കർത്താവ് തന്റെ ശരീരത്തിൽ വഹിച്ചു. അതാണ്. ഇനി രണ്ടാമതായിട്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുന്ന ഇങ്ങനെയാണ്: തന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അവന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു എന്ന വാക്കുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് പറഞ്ഞാൽ,
ഏത് രോഗത്തിന്മേലും കർത്താവിന്റെ ക്രൂശിലൂടെ വിടുതലുണ്ട്. യേശുവിന്റെ അടിപ്പിണരുകളാൽ അവനിൽ വിശ്വസിക്കുന്നവർക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. ഈ ശരീരം കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ ഏൽപ്പിച്ചാൽ അവൻ അതിനെ വിടുവിക്കുവാൻ വിശ്വസ്തനായ കർത്താവാണ്. ഏത് പ്രതിസന്ധികളെയും വിടുവിക്കുവാൻ, സാത്താൻ കെട്ടിയ ഏത് ബന്ധനത്തെയും അഴിച്ചുവിടുവാൻ കർത്താവിന് കഴിയും. അതാണ് മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിൽ വായിക്കുന്നത്. അവൻ 12-ാം അധ്യായത്തിൽ അതിന്റെ 29 മുതലുള്ള വാക്യത്തിൽ കർത്താവ് തന്നെ പറയുവാനിടയായി തീർന്നിരിക്കുന്നു. അരയ്ക്ക് കെട്ടി ബലം ധരിച്ചിരിക്കുമ്പോൾ, ഞാൻ വായിക്കാം, ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ വീട്ടിൽ കിടന്ന് അവന്റെ കോപ്പ് കവർന്നു കളയുവാൻ എങ്ങനെ കഴിയും? പിടിച്ചു കെട്ടിയാൽ പിന്നെ അവന്റെ വീട് കവർച്ച ചെയ്യാം. ഈ ഭാഗത്ത് ഉപയോഗിക്കപ്പെട്ടിരിക്കുന്ന സാത്താനായിരിക്കുന്ന ബലവാനെ കർത്താവ് പിടിച്ചു കെട്ടി. അതെങ്ങനെയാണെന്നാണ് 28-ാം വാക്യത്തിൽ. ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു. സ്പഷ്ടം. കർത്താവ് ഭൂതങ്ങളെ പുറത്താക്കി ദൈവസഭയ്ക്കുന്ന അധികാരം നൽകി. എഫെസ്യ ലേഖനം 1-ാം അധ്യായം 20 മുതൽ 22 വരെയുള്ള വാക്യത്തിൽ അധികാരം ദൈവസഭയ്ക്ക് ഹാൻഡ് ഓവർ ചെയ്തിരിക്കുകയാണ്. ഇന്ന് സാത്താന്റെ സകല അധികാരങ്ങളെയും സകല ശക്തികളെയും തകർക്കുവാൻ, അതിനുമേൽ ജയമെടുക്കുവാൻ ദൈവസഭയ്ക്ക് ദൈവം അധികാരം നൽകിയിരിക്കുകയാണ്. അതിന് യുക്തമായ വഴിയാണ് കർത്താവായ യേശുവിന്റെ കാൽവറി മരണം. അപ്പോൾ 10-ാം വാക്യത്തിൽ ഉപയോഗിക്കപ്പെടുന്ന രക്ഷാനായകനെ കഷ്ടങ്ങളിൽ തികഞ്ഞവനാക്കുന്ന യുക്തം, ദാറ്റ് ഈസ് എ ലീഗൽ സൈഡ്. കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവവൈതലിന് ലീഗൽ റൈറ്റ് ടു സ്റ്റാൻഡ് ബിഫോർ ഗാഡ്, നിയമപരമായി ദൈവസ്ഥൽ നിൽക്കുവാൻ, അവന് ദൈവശക്തി പ്രാപിക്കപ്പെടുവാൻ, ദൈവത്തിന്റെ നീതിയും ദൈവത്തിന്റെ സ്നേഹവും പ്രാപിക്കപ്പെടുവാനുള്ള അധികാരം, അവകാശമുണ്ട്. 2-ാമത്തെ കാര്യം 11-ാം വാക്യത്തിൽ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും വിശുദ്ധീകരിക്കുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്. രണ്ടാമതായിട്ട് ഈ കഷ്ടങ്ങളിലൂടെ ദൈവം നമുക്ക് നൽകി, ഗോഡ് സാങ്ക്ടിഫൈഡ് us, നമ്മെ അവൻ ശുദ്ധീകരിച്ചു. വി ആർ സാങ്ക്ടിഫൈഡ് ചിൽഡ്രൻ ഓഫ് ഗാഡ്. നാം ദൈവത്തിന്റെ വിശുദ്ധീകരിക്കപ്പെട്ട പുത്രന്മാരാണ്. അതുകൊണ്ടാണ് കൊരിന്ത്യ, എഫേസ്യ, കൊലോസ്യ ലേഖനങ്ങൾ എഴുതുമ്പോൾ അപ്പോസ്തലൻ പറയുന്ന ഒരു വാക്ക്, വിശുദ്ധന്മാരെന്നുള്ള വാക്ക്, സെയിൻസ് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവസനിൽ വിശുദ്ധന്മാരാക്കി ദൈവം അവരെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സാങ്ക്ടിഫൈഡ്, നമ്മുടെ പാവങ്ങളെ കഴുകി നമ്മെ ശുദ്ധീകരിച്ച് ദൈവത്തിന്റെ മക്കളാക്കി നമ്മളെ തീർത്തിരിക്കുന്നു. 3-ാമത്തെ കാര്യം ഉപയോഗിച്ചിരിക്കുന്നത്, ദൈവം നമുക്ക് പിതാവായി. ഗോഡ് ഈസ് അവർ ഫാദർ. എബ്രായ ലേഖനം 8-ാം അധ്യായത്തിൽ, അതുപോലെ തന്നെ ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിലും നാം പിന്നെയും ഭയപ്പെടുവാൻ ദാസത്വത്തിന്റെ ആത്മാവിനെ അല്ല, അബാപിതാവേ എന്ന് വിളിക്കുവാനുള്ള പുത്രത്വത്തിന്റെ ആത്മാവിനെ നമുക്ക് നൽകി. നമുക്കിപ്പോൾ now we are the children of God and we are supposed to call Father as Abba Father. നമുക്കിന്ന് പിതാവിനെ അബ്ബാ ഫാദറെ എന്ന് വിളിക്കുവാനുള്ള അവകാശം യേശുവിന്റെ കാൽവരി മരണത്തിലൂടെ ദൈവം നമുക്ക് നൽകി. അത് മാത്രമല്ല, അതിന് വിളിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു ആത്മാവിനെയും വ്യക്തിയെ നമ്മുടെ അകത്ത് വെച്ചു, ഹോളി സ്പിരിറ്റിനെ നൽകി. അതാണ് 3-ാമത്തെ കാര്യം. ഇനി 4-ാമത്തെ കാര്യം, യേശു നമ്മെ സഹോദരന്മാർ എന്ന് വിളിക്കുവാനിടയായി. 12-ാം വാക്യം, ഞാൻ നിന്റെ നാമത്തെ എന്റെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും എന്നും, ഇതാ ഞാൻ അവനിൽ ആശ്രയിക്കും, ഇതാ ഞാനും ദൈവവും എനിക്ക് തന്ന മക്കളും എന്ന് പറയുന്നു. അപ്പോൾ ഈ ഭാഗത്ത് 4-ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നൗ വി ആർ ബ്രദേഴ്സ്. ക്രിസ്തുവിൽ സഹോദരൻ. നമ്മളെ കർത്താവ് പാപികളും ദോഷികളുമായിരുന്ന മനുഷ്യരെ കർത്താവ് സഹോദരന്മാരാക്കി മാറ്റി, ദൈവത്തിന്റെ സഹോദരന്മാരും ദൈവരാജ്യത്തിന്റെ അംഗങ്ങളുമാക്കി മാറ്റി. എത്ര വലിയ അവസ്ഥയിലേക്കാണ് ദൈവം നമ്മെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. 4 പ്രധാന കാര്യങ്ങളാണ് യേശുവിനെ ക്യാപ്റ്റൻ ഓഫ് ദ സാൽവേഷൻ കം ത്രൂ ദി സഫറിംഗ്, കഷ്ടതയിലൂടെ കർത്താവിനെ കടത്തിവിടുവാനുള്ള കാര്യങ്ങൾ. 1, നമ്മെ അവൻ വിശുദ്ധീകരിക്കപ്പെടുവാൻ, നമ്മെ വിശുദ്ധീകരിക്കുവാൻ. 2-മതായി
ദൈവം നമ്മുടെ പിതാവായി മാറുവാൻ, മൂന്നാമതായിട്ട് അവൻ നമ്മുടെ സഹോദരനായി മാറുവാൻ, നാലാമതായിട്ട് നമുക്ക് തേജസ്സിലേക്ക് നമ്മെ നടത്തുവാൻ, to become the children of glory, നമുക്കൊരു മഹത്വം നാം ഇതുവരെയും എന്താണെന്ന് പ്രത്യക്ഷമായിട്ടില്ല, ഭാവി കാലത്ത് പ്രത്യക്ഷമാകുവാനിടയായിത്തീരും. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ പകൽ വിശ്വാസത്തിലും രക്ഷയിലും കർത്താവിനെ അംഗീകരിച്ച് നാം മുൻപോട്ട് പോയാൽ നമുക്കൊരു മഹത്വമുണ്ട്. നമ്മുടെ ഈ ഭൗതികമായ ശരീരത്തിനൊരു വീണ്ടെടുപ്പുണ്ട്. അത് നമ്മുടെ കർത്താവായ യേശുവിന്റെ പുനരാഗമനത്തിലാണ്. അവൻ വളരെ വേഗത്തിൽ വരുവാനിടയായിത്തീരും. അവൻ നമ്മുടെ പിതാവാണ്, അവൻ നമ്മെ ശുദ്ധീകരിച്ചവനാണ്, അവൻ നമ്മുടെ സഹോദരനായി നിൽക്കുവാനിടയായിത്തീരും. വരും ദിവസങ്ങളിൽ വിശ്വാസം പ്രത്യാശമുള്ളവരായി ക്രിസ്തീയ വിശ്വാസം മുന്നോട്ട് നയിക്കപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഒരുമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, വചനം കേട്ട് എല്ലാവരും ദൈവം അനുഗ്രഹിക്കുമാറാകണം. നിങ്ങളുടെ സാന്നിധ്യം പകരണം. യേശുവിന്റെ വലിയൊരു നാമത്തിൽ തന്നെ.